ചൈത്ര! അവൾ വീഴുന്ന കണ്ട അനി ഉച്ചത്തിൽ നിലവിളിച്ചതും അവന്റെ ഒച്ച കേട്ട ശിവ വെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടത് നിലത്ത് കിടന്ന് പിടയ്ക്കുന്ന ചൈത്രയാണ്. ചിത്തു! ശിവ വേഗം അവൾക്കടുത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചു. കണ്ണുകൾ മേലേക്കാക്കി ചുണ്ട് കടിച്ച് അടച്ചു കിടന്ന് പിടയ്ക്കുകയാണ് ചൈത്ര. ശിവയുടെ ഒച്ച കേട്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന വൈഭവും സിദ്ധുവും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഓ ഷിറ്റ്! ചൈത്രയെ കണ്ട വൈഭവ് പെട്ടെന്ന് തലയിൽ കൈവച്ചു. സിദ്ധ, വേഗം ഒരു ഇരുമ്പിന്റെ കീയോ മറ്റോ വല്ലതുമുണ്ടോന്ന് നോക്ക്, ചെല്ല്! വൈഭവ് പറഞ്ഞതും സിദ്ധു അടുത്ത് കണ്ട റൂമിലേക്ക് ഓടിക്കേറി. വൈഭവും ശിവയുടെ അടുത്തേക്ക് ഇരുന്നു. ഡോക്ടറെ, എന്റെ ചിത്തു! നിലത്ത് കിടന്ന് പുളയുന്നവളെ മുറുക്കെ പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ശിവ വൈഭവിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കാതെടി, ഒന്നുമില്ല. അവനും കൂടി ചൈത്രയെ പിടിച്ചുകൊണ്ട് ശിവയെ സമാധാനിപ്പിച്ചു. ചൈത്രയുടെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. അത് കാണെ ശിവയുടെ ഉള്ളു പൊടിഞ്ഞു. എന്നാടാ താക്കോൽ! സിദ്ധു ഓടി വന്ന് വൈഭവിന് നേരെ താക്കോൽ കൊടുക്കവേ വൈഭവ് വേഗം അത് ചൈത്രയുടെ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് വെച്ചുകൊടുത്തു. കുറച്ചു നേരത്തെ പിടപ്പിനൊടുവിൽ ചൈത്ര ഒന്ന് ശാന്തമായി. എന്നാൽ ഈ സമയമെല്ലാം ഷോക്ക് ഏറ്റ പോലെ നിന്നുപോയ അനി പെട്ടെന്ന് ബോധം വന്നതുപോലെ ശരവേഗത്തിൽ ഓടി വന്നു. ചൈത്ര! ഇടറുന്ന ഒച്ചയിൽ വിളിക്കുന്നതിനോടൊപ്പം നിലത്ത് കിടക്കുന്നവളെ ഇരു കൈകൾ കൊണ്ടും വാരിയെടുത്തു അവൻ. അവന്റെ കയ്യിൽ കിടക്കുന്നവൾ ബോധം പൂർണ്ണമായും മറയും മുൻപേ അവന്റെ മുഖം കണ്ടിരുന്നു. അടുത്ത നിമിഷം അവളെയും കൊണ്ട് പുറത്തേക്ക് ഓടി അനി. പിറകെ വൈഭവും ശിവയും സിദ്ധുവും. ശിവയുടെ നിലവിളി കേട്ട് തറവാട്ടിലെ ഒട്ടുമിക്ക ആളുകളും ഓടിയെത്തി. മുറ്റത്ത് നിന്ന് സേതുവും അനിതയും മുത്തശ്ശിയും അപ്പുവും ഒക്കെ ഓടി ഉമ്മറത്തേക്ക് ചെന്നതും കണ്ടത് ചൈത്രയെ കയ്യിൽ കോരിയെടുത്ത് ഓടി വരുന്ന അനിരുദ്ധിനെയാണ്. എന്താ എന്റെ മോക്ക് പറ്റിയേ? സേതു ആദിയോടെ ചോദിച്ചതും ചിത്തുവിന് വീണ്ടും വയ്യാണ്ടായ അച്ഛേ, ശിവ കരഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധു തന്റെ കാറിലേക്ക് ഓടിക്കയറിയിരുന്നു. പിറകിലത്തെ സീറ്റിലേക്ക് ശിവ ഓടിക്കയറിയതും അനി അവളുടെ മടിയിലേക്ക് ചൈത്രയെ കിടത്തി. അവനും കയറി. വൈഭവ് കൂടി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും സിദ്ധു വേഗം തന്നെ കാർ മുന്നോട്ടെടുത്തു. അവർക്ക് പിറകെ സേതുവും അനിതയും അവരുടെ കാറിൽ പോയി. ഈശ്വരാ, ആ കുട്ടിയെ കാക്കണേ ഭഗവാനെ! അപ്പുവിന്റെ കൈ പിടിച്ചു മുറ്റത്ത് നിന്ന മുത്തശ്ശി ആദിയോട് നെഞ്ചിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം. ഏട്ടൻ എന്ത് പണിയാ കാണിച്ചേ? വിച്ചു പറഞ്ഞതല്ലേ തൽക്കാലം ചൈത്രയ്ക്ക് മുന്നിൽ പോകരുതെന്ന്? ഐസുവിന് മുന്നിൽ മാറി നിൽക്കുന്ന അനിക്കടുത്തേക്ക് ചെന്ന് പതിയെ ചോദിച്ചു സിദ്ധു. അവനെ വേദനയോടെ നോക്കി അവിടെ ഇട്ടിരുന്ന ചെയറുകളിൽ ഒന്നിലേക്കിരുന്നു. ചൈത്രയെ കാണാൻ ശ്രമിക്കരുതെന്ന് ഉണ്ണി പറഞ്ഞതാണെങ്കിലും തന്റെ ഹൃദയം കേട്ടില്ല. അവൾ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ പിടയ്ക്കുന്ന എന്റെ നെഞ്ചിനെ അടക്കി നിർത്താനായില്ല. അതാ അവളറിയാതെ അവളെ ഒന്നുകൂടി കാണാൻ ഞാൻ പോയി. സേതു അങ്കിളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് കണ്ടാണ് ഉമ്മറത്തേക്ക് ചെന്നേ. അവൾ പോകും മുന്നേ ഒന്നുകൂടെ കാണാൻ. പക്ഷേ എന്നെ കണ്ട എന്റെ പെണ്ണ്! അത്രയും ഓർത്തതും നെഞ്ചു പൊള്ളിപ്പോയ അനി ഇരു കൈകൾ കൊണ്ടും തലയ്ക്ക് കൊരുത്തു പിടിച്ചു. അനിയേട്ടാ, സോറി. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. സിറ്റുവേഷൻ മോശമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. ഏട്ടൻ ഇങ്ങനെ ഇരുന്നാൽ കാണുന്ന ആർക്കെങ്കിലും ഡൗട്ടടിക്കും. വാ, ഒന്ന് എഴുന്നേറ്റ് വാ, നമുക്ക് അപ്പുറത്തേക്ക് എങ്ങാനും മാറി നിൽക്കാം. സിദ്ധു അപ്പുറത്ത് നിൽക്കുന്ന സേതുവിനെയും ശിവയും ഒക്കെ നോക്കി പറഞ്ഞുകൊണ്ട് അനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവിടുന്ന് മാറി. അനിയുടെ ഇരിപ്പും സംസാരവും അവർ ആരെയും കണ്ടാൽ ശരിയാവില്ലെന്ന് സിദ്ധുവിന് തോന്നിയിരുന്നു. ഐസുവിന്റെ ഡോർ തുറന്ന വൈഭവും ഒരു ഡോക്ടറും കൂടി ഇറങ്ങിയതും അവിടെ സേതുവിന്റെ തോളിൽ തലതാഴ്ച കിടന്ന ശിവ അവരെ കണ്ട് ചാടി എഴുന്നേറ്റു. ഡോക്ടറെ, എന്റെ ചിത്തു! വൈഭവിന് അടുത്ത് ചെന്നവനെ പിടിച്ചു ശിവ ചോദിച്ചു. ഹേയ് മാഡം, ഇങ്ങനെ പേടിക്കാൻ ഒന്നുമില്ല. ചൈത്ര ഇപ്പോൾ ഓക്കെയാണ്. സെഡേഷൻ കൊടുത്തു. ഇപ്പോൾ അതിന്റെ മയക്കത്തിലാണ് ആൾ. വൈഭവിന്റെ അടുത്ത് നിന്ന് ഡോക്ടർ ശിവയോട് പറഞ്ഞതും അവൾ വൈഭവിനെ ഒന്ന് നോക്കി. അവൻ കണ്ണുകൊണ്ട് അതേ എന്നൊന്ന് കാണിച്ചതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഡോക്ടർ പറഞ്ഞത് കേട്ട സേതുവിനും അനിതയ്ക്കും ആശ്വാസമായി. എല്ലാം മാറിയിരുന്നതാണല്ലോ ഡോക്ടറെ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ? പെട്ടെന്ന് ഓർത്ത പോലെ ശിവ ഡോക്ടറോട് ചോദിച്ചു. എപ്പിലെപ്സി ബാധിച്ച ആളല്ലേ? ചിലപ്പോൾ മനസ്സിന് ക്ഷതമേൽക്കും പോലെ വീണ്ടും ഷോക്കിംഗ് ആയ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അതാവും വീണ്ടും ഇത് ട്രിഗർ ചെയ്തത്. പിന്നെ ഡോക്ടർ, അനിത പറഞ്ഞല്ലോ ഈ അടുത്ത് ഇതുപോലെ സംഭവിച്ചതെന്ന്. ഡോക്ടർ പറഞ്ഞത് കേട്ട് ശിവ ഞെട്ടലോടെ അനിതയെ നോക്കി. അതേ മോളെ, നീ വിഷമിക്കണ്ടെന്ന് ഓർത്താ പറയാതിരുന്നത്. 1-2 ആഴ്ച മുന്നേ ചെറുതായിട്ട് ചിത്തുവിന് ഇതുപോലെ വന്നിരുന്നു. ഞെട്ടലോടെ തന്നെ നോക്കുന്ന ശിവയെ നോക്കി അനിത ഒരു മടിയോട് പറഞ്ഞു. എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ, നാളത്തേക്ക് പോകാം. ഡോക്ടർ സേതുവിനെ നോക്കി പറഞ്ഞിട്ട് പോയി. ശിവ പതിയെ അവരിൽ നിന്ന് അകന്ന് പതിയെ തിരിഞ്ഞു മാറി നിന്നു. അത് കാണേ മോളെ, അനിത അവളെ വിളിക്കാനാഞ്ഞതും. വേണ്ട അനിതേ, അവളെ വിളിക്കണ്ട. നന്നായി വിഷമമായിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക്. കുറച്ചു നേരം അവൾ തനിയെ വിട്ടേക്ക്. സേതു അനിതയെ തടഞ്ഞു. ശിവ അങ്ങനെ മാറിപ്പോകുന്നത് കണ്ട വൈഭവിന്റെ നെഞ്ചിൽ പേരറിയാത്ത ഒരു നോവ് പടർന്നു. ഞാൻ പറഞ്ഞത് സത്യാ കുഞ്ഞേ. അന്ന് നമ്മൾ വാമിക മോളുടെ ഭർത്താവ്, ആ വാദ്യാർ ചെക്കനില്ലേ, അയാളുടെ കൂടെ കൊൽക്കത്തയിൽ വെച്ച് ഞാൻ അന്ന് കണ്ട ആള് തന്നെയാ.
ഇന്ന് ഈ വീട്ടിൽ വന്ന ശിവാമി മോളുടെ അച്ഛൻ സേതുമാധവൻ. കണ്ണിൽ കൊടുക്കുന്ന പേടിയോടെ കിതച്ചുകൊണ്ട് കുമാരൻ പറഞ്ഞത് കേട്ട് നിന്നവന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഞെട്ടിത്തരിച്ചു നിന്നുപോയി അയാൾ. പെട്ടെന്ന് തന്നെ അയാളുടെ കണ്ണുകൾ ഭയാനകം മാറി വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞു. കുഞ്ഞേ, നമ്മളിനി എന്തു ചെയ്യും? പേടിയോടെ കുമാരൻ വീണ്ടും ചോദിച്ചതും അച്ഛൻ അറിഞ്ഞോ ഇത്? ഇല്ല, അയാൾ ഗൗരവത്തിൽ ചോദിച്ചതും ഒരു പതർച്ചയോടെ കുമാരൻ പറഞ്ഞു. ഒരിക്കൽ ശേഖരനോട് തനിക്ക് തോന്നിയ സംശയം ചോദിച്ചത് മനഃപൂർവ്വം മറച്ചു പിടിച്ചു. മുന്നിൽ നിൽക്കുന്നവൻ അതറിയണ്ട എന്ന് പേടി തോന്നി. അറിയരുത്, അറിയാൻ പാടില്ല. താൻ പറഞ്ഞതുപോലെ ഇനി അത് അവനാണെങ്കിൽ ഇരു ചെവി അറിയാതെ തീർക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം കുമാരൻ ഇപ്പോൾ പോ. താൻ ഇങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാനൊട്ട് കേട്ടിട്ടുമില്ല. മനസ്സിലായോ? ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും കുമാരൻ ഉമിനീരിറക്കിപ്പോയി. ഓ കുഞ്ഞേ, മനസ്സിലായി. വിറച്ചുകൊണ്ട് കുമാരൻ പറഞ്ഞു. എന്നാ താൻ പൊയ്ക്കോ. അയാൾ പറഞ്ഞതും തല കുലുക്കി കുമാരൻ ആ ഔട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുമാരൻ പോയതും അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചു. നല്ലപോലെ ഒരു പഫ് വിട്ടിട്ട് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നതും കൺമുന്നിൽ തെളിഞ്ഞതും നിറവയറുമായി നിന്ന വാമികയുടെ മുഖമാണ്. കുമാരൻ പറഞ്ഞതുപോലെ സേതുമാധവൻ അന്ന് കൊൽക്കട്ടയിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ അപ്പോൾ അയാളുടെ മകൾ ശിവാമി? അവനിൽ സംശയമേറി. ചൈത്രയെ സൗപർണയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് റൂം എടുത്തു വൈഭവ്. സേതുവും ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അയാളും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് അവൻ അത് ചെയ്തേ. സേതുവിനെയും അനിതയെയും റൂമിലാക്കിയ ശേഷം അവൻ ശിവയെ തപ്പി ഇറങ്ങി. നേരം ഇപ്പോൾ തന്നെ കുറേ ആയിട്ടുണ്ട്. അവൻ കോറിഡോറിലൂടെ കുറച്ചങ്ങ് ചെന്നതും കണ്ടു ആളറിഞ്ഞ ഒരു ഫ്ലോറിലെ വലിയ ജനാലയ്ക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കണ്ടു. അവൻ പതിയെ ചെന്ന് അവൾക്ക് അരികിലായി നിന്നു. കോഫി. കയ്യിൽ കരുതുന്ന കോഫി അവൾക്ക് മുന്നിലേക്കായി വെച്ചുകൊണ്ട് വൈഭവ് പറഞ്ഞതും ശിവയുടെ മുഖം ചെറുതായി ഒന്ന് വിടർന്നു. അപ്പോഴും അവളുടെ നോട്ടമങ്ങ് ദൂരേക്ക് തന്നെയായിരുന്നു. ക്യാൻ യു ഹഗ് മീ? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമോ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അവൾ ചോദിച്ചത് കേട്ട വൈഭവ് പെട്ടെന്ന് അവളെ ഒന്ന് നോക്കി. കൂലി കൊടുക്കുന്ന ജോലിക്കാർക്ക് നൽകുന്ന ചെറിയൊരു കൺസിഡറേഷൻ ആയിട്ട് കണ്ടാലും മതി, പ്ലീസ്. അവനെ നോക്കി നന്നേ പതിഞ്ഞുപോയ ശബ്ദത്തിൽ അപേക്ഷ പോലെ ശിവ ചോദിച്ചു. അവളുടെ കലങ്ങിയ കണ്ണുകാണെ വൈഭവിൽ ഒരു നോവ് നിറഞ്ഞു. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം മാറ്റി തിരിഞ്ഞു മാറി. അവനിൽ നിന്ന് അത് പ്രതീക്ഷിച്ച പോലെ ശിവ മുഖം അവനിൽ നിന്ന് മാറ്റി താഴ്ന്നു നിന്നു. എന്നാൽ അടുത്ത നിമിഷം നേരെ തിരിഞ്ഞു നിന്ന വൈഭവ് അവളെ പിറകിൽ കൈക്ക് പിടിച്ച് ഒറ്റ കറക്കത്തിന് വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു. ഒറ്റ നിമിഷം അമ്പരന്നു പോയിരുന്നു ശിവ. എന്നാൽ അവൻ അവളെ ഇറക്കി പൊതിഞ്ഞു പിടിച്ചതും കണ്ണുകൾ അടച്ച് വൈഭവിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയവൾ. അവനിൽ നിന്ന് ആദ്യമായി കിട്ടുന്ന ചൂട്, സംരക്ഷണം, എല്ലാത്തിനുമുപരി ഞാനുണ്ടെന്ന് പറയാതെ പറയും പോലെ അതെല്ലാം ആ പെണ്ണിൻ്റെ മനസ്സിനെ തണുപ്പിച്ചു. വൈഭവിൻ്റെ ഉള്ളിൽ കൂടെയും സമ്മിശ്രമായ വികാരങ്ങൾ അലതല്ലുകയായിരുന്നു. പെണ്ണിൻ്റെ ചൂട് ഇതിനു മുമ്പും താൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശിവയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ, അവളുടെ വിറയ്ക്കുന്ന ശരീരം കയ്യിൽ അറിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളം തണുക്കുന്നത് പോലെ അവനും തോന്നി. അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ പുറത്തൂടെ തഴുകി കൊടുത്തു. ചൈത്ര ഓക്കെ ആണോടോ ഇപ്പോൾ? വേണേൽ കുറച്ചു കഴിഞ്ഞാൽ താൻ കയറി കണ്ടോ? അവൻ പറഞ്ഞതും തലയൊന്ന് ആട്ടി അവനിൽ നിന്ന് അടർന്നു മാറി അവൾ. നല്ലതുപോലെ കുറഞ്ഞ അസുഖമായിരുന്നു ചിത്തുവിൻ്റെ. പഴയ ഓർമ്മകൾ ഒന്നും തന്നെ അലട്ടാത്ത വിധം അവൾ മറന്നു തുടങ്ങിയത് അവളുടെ ഭൂതകാലം. ഡോക്ടർക്കറിയോ, ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂടെ എന്ത് ഹാപ്പിയായിരുന്നു നിന്നിരുന്ന പെണ്ണാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അവൾക്ക് വേദന ഉണ്ടാവാൻ മാത്രം പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നാ? ശിവ പറഞ്ഞുകൊണ്ട് സംശയരൂപേണ അവൻ്റെ മുഖത്ത് നോക്കിയതും അവളുടെ നോട്ടം താങ്ങാനാകാതെ വൈഭവ് മുഖം വെട്ടിച്ചു. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ ധൃതിയിൽ പിടിച്ച് എടുക്കും വഴി കൈ തട്ടി കോൾ സ്പീക്കറിൽ അറ്റൻഡ് ചെയ്തു. ഡാ വിച്ചു, അനിയേട്ടൻ ഭയങ്കര ബഹളാ. ചൈത്ര ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഫോണിൽ നിന്ന് സിദ്ധുവിൻ്റെ ഒച്ച കേട്ടതും ശിവ വൈഭവിനെ നോക്കി. അവൻ വേഗം ഫോൺ സ്പീക്കറിൽ നിന്ന് മാറ്റി ചെവിയിലേക്ക് വെച്ചു. എന്നിട്ട് കുറച്ചു മാറിപ്പോയി സംസാരിക്കാൻ തുടങ്ങി. ഫോർ ഗോഡ് സേക്ക്, ഫോണിൽ കൂടെ കാറാൻ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു സിദ്ധ? ശിവാമി എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, വൈഭവ് അരിശത്തിൽ പതിയെ പറഞ്ഞു. ഓ സോറിടാ, അനിയേട്ടൻ വല്ലാണ്ട് ബഹളം വെച്ചത് കൊണ്ടാ നിന്നെ വിളിച്ചേ. അല്ലടാ, ശിവ വല്ലതും കേട്ടോ? സിദ്ധു ചോദിച്ചു. നീ ഏട്ടനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിപ്പോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറ. ശിവാമിയെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്നാൽ ശരിയിടാ, ഞാൻ ഏട്ടനെ തറവാട്ടിൽ വിട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം, ഓക്കെ? പറഞ്ഞിട്ട് സിദ്ധു കോൾ കട്ട് ചെയ്തതും വൈഭവ് തിരിഞ്ഞു നോക്കി. അവനെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുവാണ് ശിവ. വല്യേട്ടനും സിദ്ധു സാറും ഇതുവരെ പോയില്ലേ? ഇല്ല, അവർ സിദ്ധുവിൻ്റെ ക്യാബിനിലുണ്ട്. ചൈത്രയുടെ വിവരം അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നതാ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോളാൻ. ഇനിയിപ്പോൾ രാവിലെ തന്നെ ചൈത്രയെ ഡിസ്ചാർജ് ചെയ്യുമല്ലോ. ശിവ ചോദിച്ചതിന് ചെറു ചിരിയോടെ വൈഭവ് മറുപടി കൊടുത്തതും ശിവ അലക്ഷ്യമായി ഒന്ന് മൂളി. തന്നെ അങ്കിൾ തിരക്കി. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട, വാ റൂമിലേക്ക് പോകാം.
അവളുടെ മൈൻഡ് മാറ്റാൻ എന്നോണം അവൻ പറഞ്ഞതും ശിവ അവനെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു. അവൾക്ക് പിറകെ അവനും. കുറേ നാളായി കുറഞ്ഞിരിക്കുമായിരുന്നല്ലോ ഈ ശീലം, ഇത് പിന്നെയും തുടങ്ങിയോ? രാവിലെ കുളി കഴിഞ്ഞിറങ്ങിയ സൗദാമിനി റൂമിലെ ജനാലയ്ക്ക് മുന്നിൽ സിഗരറ്റ് വലിക്കുന്ന മഹേന്ദ്രനെ നോക്കി ചോദിച്ചു കുറച്ച് ദേഷ്യത്തോടെ. ഏയ്, ഞാൻ ചുമ്മാ. അവളെ കണ്ട അയാൾ പെട്ടെന്ന് സിഗരറ്റ് മാറ്റിയിട്ട് പുക കൈകൾ കൊണ്ട് കളഞ്ഞു. എന്താ ഏട്ടാ, എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നേ, എന്തേലും പ്രശ്നമുണ്ടോ? ടെൻഷനോടെ ഇരിക്കുന്ന മഹേന്ദ്രന്റെ മുഖം കണ്ട സൗദാമിനി ആവലാതിയോടെ തിരക്കി. ഏയ്, ഒന്നുമില്ലടോ, ഞാൻ വൈഭവിന്റെ കാര്യം ഓർത്ത് ഇങ്ങനെ ഇരുന്നതാ. മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ഇന്നലെ തിരുമേനി പറഞ്ഞല്ലോ, അതാ. അതിനാണോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കുട്ടികൾക്ക് വന്ന ദോഷം മാറാനല്ലേ ഇന്നലെ പൂജ നടത്തിയത്? അത് ഭംഗിയായി തീരുകയും ചെയ്തു. പിന്നെ അതുകൂടാതെ തിരുമേനി തന്നെ പറഞ്ഞില്ലേ നമ്മളോട്, ഉണ്ണിയുടെ ഭാഗ്യ ശിവമോളെന്ന്. മോള് അവനോടൊപ്പം ഉള്ളിടത്തോളം ഒരാപത്തും അവന് വരില്ലെന്ന്. പിന്നെ എന്തിനാ ഇനി ഒരു പേടി വേണ്ട ഏട്ടാ? സൗദാമിനി പറഞ്ഞത് മഹേന്ദ്രനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. പെട്ടെന്ന് കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും സൗദാമിനി ചെന്ന് കതക് തുറന്നു. ആ വാമികേ, നീ എഴുന്നേറ്റോ? ഇന്നലെ നിനക്ക് എന്താ പറ്റിയ കുട്ടി? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ കിടക്കാൻ എന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞോ നീ? നിന്നെ വിളിക്കാൻ ഞാൻ വന്ന് കതകിൽ ഒത്തിരി തട്ടി, പക്ഷേ നീ എഴുന്നേറ്റില്ല. സൗദാമിനി പറഞ്ഞത് കേട്ട വാമിക കയ്യിലിരുന്ന നോട്ട്പാഡ് അവർക്ക് നേരെ നീട്ടി. തല വേദനിച്ചിട്ട് കിടന്നതാ ഏട്ടത്തി, ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ രാവിലെയാ ഞാൻ അറിഞ്ഞ് ചൈത്രമോൾക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. അതേ സുധേ, ആ കുട്ടിക്ക് അപസ്മാരമുള്ളതാ അത്രേ. ശിവയും ഉണ്ണിയും ഒക്കെ ഹോസ്പിറ്റലിലാ. മാമിക നീട്ടിയ പേപ്പർ വായിച്ചിട്ട് സുധ അവളോടായി പറഞ്ഞു. ആ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കാതെ ചെല്ല്. മുഖം വാടി നിൽക്കുന്ന വാമികയെ പിടിച്ച് ആശ്വസിപ്പിച്ച് സുധ പറഞ്ഞതും വാമിക തിരികെ തന്റെ മുറിയിലേക്ക് നടന്നു. പോകും വഴിയെല്ലാം വാമികയുടെ മനസ്സിൽ ആ മുഖമായിരുന്നു. ഇന്നലെ മുറിയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് ശിവമോളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മോളുടെ അച്ഛനെ കണ്ടത്. അയാളെ കണ്ടതും ആ മുഖം മനസ്സിലെവിടെയോ മിന്നിമാഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടോ? അറിയില്ല, പക്ഷേ നെഞ്ചിൽ കൊളുത്തി പിടിച്ച പോലെയായിരുന്നു. ആ മനുഷ്യനെ അങ്ങനെ നോക്കിയപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി, തല പൊട്ടിപ്പൊളരുന്ന വേദനയെടുത്തു. അങ്ങനെയാ ഒന്ന് അറിയാതെ കിടന്നു പോയത്. ഈശ്വരാ, ആ മനുഷ്യൻ എനിക്കറിയുമോ? ആ മുഖം, അയാൾ എനിക്ക് ആരാണ്? കലുഷിതമായി മറിയുന്ന മനസ്സോടെ വാമിക നെഞ്ചിൽ കിടക്കുന്ന തന്റെ മാലയിൽ മുറുകെ പിടിച്ചു. മുത്തി, കുഞ്ഞേട്ടൻ ഏട്ടത്തി അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് ഒന്ന് പറ മുത്തശ്ശി. സന്ധ്യ കഴിഞ്ഞതും ഹാളിലിരിക്കുന്ന മുത്തശ്ശിക്ക് അരികിലേക്ക് ഓടിച്ചെന്നു അപ്പു പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ചൈത്രയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ കൂടെ പോയതാണ് ശിവ. അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് വൈഭവും. സന്ധ്യയായില്ലേ അപ്പോ, ഇന്നിനി പോകണ്ട നീ. അപ്പോ കുഞ്ഞേട്ടൻ പോകുന്നതോ? അപ്പു ചുണ്ടു മലർത്തി ചോദിച്ചു. അവൻ അവന്റെ ഭാര്യയെ കാണാതെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നുണ്ടാവില്ല കുട്ടിയെ, അതാവും ഓടിപ്പോകുന്നേ. തമാശ പോലെ മുത്തശ്ശി അപ്പുവിന്റെ താടിയിൽ പിടിച്ചു പറഞ്ഞു. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. റെഡിയായി വൈഭവ് താഴേക്ക് എത്തിയ വൈഭവ് പറഞ്ഞു. കുഞ്ഞേട്ടാ, ഞാനും കൂടി വരട്ടെ ഏട്ടത്തിമാരെ കാണാൻ? അപ്പു വൈഭവിന് അരികെ ചെന്ന് ചുണ്ടു മലർത്തിക്കൊണ്ട് ചോദിച്ചു. വേണ്ടപ്പോ, രാത്രിയാകുന്നു, നീ ഇവിടെ നിന്നോ. ചിലപ്പോൾ നാളെ വരും, അപ്പോൾ അവളുമായി പോയി കണ്ടാൽ മതി ചൈത്രയെ. അപ്പുവിനോട് ഗൗരവത്തിൽ പറഞ്ഞു അവൻ മുന്നോട്ട് നടന്നതും. അല്ല, നീ എന്താ പറഞ്ഞേ? ഏട്ടത്തിമാരോ? പെട്ടെന്ന് തിരിഞ്ഞു നിന്നവൻ ഒറ്റ പിരിയം പൊക്കി അപ്പുവിനോട് ചോദിച്ചതും അപ്പു പെട്ടെന്ന് നാക്ക് കടിച്ചു. അല്ല, ഏട്ടത്തി എന്നാ ഞാൻ പറഞ്ഞേ. അപ്പു തപ്പിപ്പിറക്കി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ നോക്കിയത് മുത്തശ്ശി ഈ പെണ്ണിത് കുളമാക്കും എന്ന രീതിയിൽ തലയിൽ കൈവച്ചു. അവൻ അവളെ നോക്കി ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മുറ്റത്തേക്ക് ഒരു ടാക്സിക്കാർ വന്നു നിന്നു. ദേ ഏട്ടത്തിയമ്മ. കാറിൽ നിന്നിറങ്ങുന്ന ശിവയെ കണ്ട അപ്പു സന്തോഷത്തോടെ വിളിച്ചു പോയി. വൈഭവിന്റെ കണ്ണുകളും അവളിലേക്ക് നീണ്ടു. എന്താ കുട്ടി, നാളെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ ഈ നേരത്ത് ഇറങ്ങിയേ? അകത്തേക്ക് കയറി വന്ന ശിവയെ നോക്കി മുത്തശ്ശി ചോദിച്ചു. അത് ചിത്തുവിനിപ്പോൾ വലിയ കുഴപ്പമില്ല മുത്തശ്ശി, പിന്നെ പെട്ടെന്ന് വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, അതാ ഞാൻ വന്നേ. മുത്തശ്ശിയെ നോക്കി പറയുന്നതിനിടെ അവസാനം വൈഭവിന്റെ മുഖത്തേക്ക് കടുപ്പിച്ചു നോക്കി ശിവ പറഞ്ഞു. അവളുടെ നോട്ടം കണ്ട വൈഭവും ഒരു നിമിഷം ഒന്ന് പതറി. ആ, അതെന്തായാലും നന്നായി. ഈ പെണ്ണ് മോളുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുമായിരുന്നു. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ നാളെ പോയി ചൈത്രമോളെ കണ്ടാൽ മതി. മുത്തശ്ശി പറഞ്ഞതും അപ്പുവിന് സന്തോഷമായി. ശിവയും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ഞാനിന്ന് പോയി ഫ്രഷ് ആവട്ടെ മുത്തശ്ശി. പറഞ്ഞുകൊണ്ട് ശിവ വേഗം മുകളിലേക്ക് പോയി. അവളുടെ പോക്കിലും സംസാരത്തിലും സംശയം തോന്നിയ വൈഭവ്, എന്നാ ഞാനും പോവാം മുത്തശ്ശി എന്നും പറഞ്ഞ് അവനും മുകളിലേക്ക് കയറിപ്പോയി. നോക്കിക്കേ എങ്ങനെ നടന്ന മനുഷ്യനാ. ഇപ്പോൾ ഭാര്യ പോയപ്പോൾ പുറകെ വാലാട്ടി കൂടെ പോകുന്നത് കണ്ടോ? ശിവയ്ക്ക് പിറകെ പോയ വൈഭവിനെ നോക്കി ചിരിയോടെ അപ്പു പറഞ്ഞു. അങ്ങനെയാടി ഒരു നല്ല പെണ്ണ് കെട്ടിയാലുള്ള ഗുണം. ഹാ, ഇനി നിന്റെ വലിയേട്ടനും കൂടെ ഇതുപോലെ ഒരു മൂക്കുകയറിടണം. അത് നമുക്ക് ചിത്തൂമ്മയെ കൊണ്ട് ഇടിക്കാൻ മുത്തി.
സോഫയിലിരിക്കുന്ന മുത്തശ്ശിയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞതും മുത്തശ്ശി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു.